നമസ്കാരം. ഏതു നിമിഷവും എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള ഒരു അവസ്ഥ ലെബനോനിൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. അതായത് വീണ്ടും ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ സമയങ്ങളിൽ ഹിസ്ബുള്ളയുടെ തലവന്റെ ഭാഗത്തു നിന്നുണ്ടായി. ചില പ്രവർത്തനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. 2024 നവംബർ 27 ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഒരു നിവൃത്തിയുമില്ലാതെ, നിർവാഹമില്ലാത്ത ഒരു ഘട്ടത്തിൽ രാത്രി ഏറെ വൈകുവോളം, വേണമെങ്കിൽ പുലരുവോളം എന്ന് വേണമെങ്കിൽ പറയാം, രാത്രി തുടങ്ങി പുലരുവോളം യുദ്ധ ക്യാബിനറ്റ് കൂടിയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അല്ലാതെ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നില്ല. അത്ര ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ 2024 നവംബർ 27 പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ 2025 ജനുവരി 26 60 ദിവസം പൂർത്തിയാവുകയാണ്. 60 ദിവസത്തേക്കായിരുന്നു വെടിനിർത്തൽ കരാർ. ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ 2025 ജനുവരി 26 60 ദിവസം പൂർത്തിയാകുന്ന സമയത്ത് തെക്കൻ ലെബനോനിൽ നിന്നും പൂർണ്ണമായും IDF സൈനികരെ പിൻവലിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പിൻവലിക്കാൻ കഴിയില്ല, 30 ദിവസത്തെ കൂടെ സമയം വേണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഈ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഹിസ്ബുള്ള തലവൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലും ഹിസ്ബുള്ളയും ഒരിക്കൽ കൂടെ ആയുധമെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ലെബനോനിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് തെക്കൻ ലെബനോനിലെ ഒരു ഗ്രാമം ഇസ്രായേൽ സൈനികർ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്ന സമയത്ത് ശക്തമായ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. 3 ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റു എന്ന ഒരു വാർത്തയാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്ത ശരിയാണെങ്കിൽ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ഏതു നിമിഷവും ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരിക്കൽ കൂടെ ഹിസ്ബുള്ളക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് കഴിയുമോ, അല്ലെങ്കിൽ ഹിസ്ബുള്ള എത്രമാത്രം ശക്തമായി ഇസ്രായേലിനെ ആക്രമിക്കും എന്നതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം എന്നേ പറയാൻ കഴിയൂ. കാരണം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുള്ള അതിശക്തമായ ആക്രമണങ്ങൾക്ക് മറുപടിയില്ലാത്ത ഒരു സാഹചര്യം ഇസ്രായേലിനകത്തുണ്ടായിരുന്നു. വലിയ ഒരു പ്രതിസന്ധിയിലൂടെ തന്നെയായിരുന്നു ഇസ്രായേലികൾ കടന്നുപോയത്. ഒരുപാട് ആളുകൾ രാജ്യം വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഒരുപാട് നാശനഷ്ടങ്ങൾ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിനകത്തുണ്ടായി. ഒരുപാട് കെട്ടിടങ്ങളും പാർപ്പിട സമുച്ചയങ്ങളും ഒക്കെ നിലംപതിച്ചു. അവസാനം ഗതികെട്ട് ഇവിടെ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് അവർ തന്നെ മുൻകൈയെടുക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, രാത്രി തുടങ്ങിയ യുദ്ധ ക്യാബിനറ്റ് നേരം പുലരുവോളം തുടർന്നു. അങ്ങനെയാണ് ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ ആ കരാറിന്റെ ലംഘനമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 മണിക്കൂർ പിന്നിട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ജനുവരി 26 ഈ വെടിനിർത്തൽ കരാർ, ഈ പറയുന്ന സമയം, അതിപ്പോൾ 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ 3 മണിക്കൂറായി ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടും ഇസ്രായേൽ സൈന്യം അവിടെ തുടരുകയാണ്. മാത്രമല്ല, ചില പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ലെബനോനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ലെബനോൻ പ്രസിഡന്റും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെയാണ് തെക്കൻ ലെബനോനിൽ സ്ഫോടനമുണ്ടായത് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കരാർ ലംഘിച്ചാൽ ഞങ്ങൾ അതിശക്തമായി ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള ഒരു ഭീഷണി ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അവസാനിച്ച സാഹചര്യത്തിലാണ് ഹൂത്തികൾ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അതായത് പ്രശ്നങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോകട്ടെ, ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കരാർ ലംഘനം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ കരാർ ലംഘനം ഉണ്ടായാൽ ഇതുവരെ ആക്രമിച്ചതിനേക്കാൾ അതിശക്തമായി തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഹൂത്തികൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ കരാർ ലംഘനം ഹിസ്ബുള്ളയോട് നടത്തിയാലും ഹൂത്തികൾ നോക്കിയിരിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു ഭാഗത്ത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും ഇറാൻ ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇപ്പോഴും അവരുടെ സൈനിക അഭ്യാസങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇസ്രായേൽ തന്നെയാണ്. ഈ ശത്രുവിനെ മുന്നിൽ നിന്ന് നേരിടാനുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം, അവരുടെ ഒരു വിഭാഗം എന്ന് പറയുന്നത്, അവരുടെ ഒരു സൈന്യം എന്ന് പറയുന്നത് ഹൂത്തികളും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുമാണ്. ഹിസ്ബുള്ള ഏറെക്കുറെ ഇസ്രായേലുമായി ഒരിക്കൽ കൂടെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിലാണുള്ളത്. എന്തായാലും അതിശക്തമായ ഒരു ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന്റെ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത പല പ്രമുഖരും ഇപ്പോൾ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.